പടച്ചോന് രക്തസാക്ഷികളെ സൃഷ്ടിക്കാനും നരകത്തിൽ മനുഷ്യന്മാരെ ഇട്ടിട്ട് തന്തൂരിയാക്കി ഒതുക്കി വെക്കാനും പൊരിച്ചെടുക്കാനും അൽഫാമാക്കാനും ഒക്കെ മാത്രമേ പറ്റുള്ളൂ. ഇത്തരം ടെക്നോളജീസ് ഒന്നും പടച്ചോന് പരിചയമില്ല. പടച്ചോൻ അങ്ങനൊന്നും ഉണ്ടാക്കത്തുമില്ല. ടെക്നോളജി അതിനൊന്നുമുള്ള ഫുത്തിയില്ലേ. ജൂതന്റെ യൂട്യൂബ് വേണം, ഇവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയണമെങ്കിൽ ജൂതൻ ഉണ്ടാക്കിയ ആൻഡ്രോയിഡ് ഫോൺ വേണം, ഇന്റർനെറ്റ് വേണം, ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ട് പോകണ്ടേ. കാറിന്റെ അക്സസറീസ് അടക്കം, ഇടുന്ന പാന്റിന്റെ സിബ് വരെ, ബൂട്ട് വരെ, ബട്ടൺ വരെ ജൂതൻ ഉണ്ടാക്കുന്നത് വേണം. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് വേണം ജൂതനെ 10 തെറി പറയുമ്പോൾ ആഹാ എന്ത് സുഖം. ഇതാണ് ഇവരുടെ രീതികൾ. ഇത് മാത്രമാണ് ഇവരുടെ രീതികൾ. അവിശ്വാസികളുടെ ഇടയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ നരകത്തിൽ പോകുമെന്ന് അങ്ങനെ ഒരു ഖുർആൻ വചനം മുസ്ലിങ്ങളൊക്കെ ഒന്ന് പഠിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. എന്നാൽ ഈ ബലാക്കളൊന്ന് ഒതുങ്ങി കിട്ടിയേനെ, ഇവരങ്ങ് പോയി കിട്ടിയേനെ. കുറെ എണ്ണം ബഹുദൈവാരാധകരുമായിട്ട് സഹവസിക്കണ്ട. നരേന്ദ്രമോദി ഒരു ബഹുദൈവാരാധകനാണ്. എങ്ങനെയാണ് ഖത്തർ അമീറിനും ദുബൈ ഷെയ്ഖിനും സൗദി അറേബ്യയിലെ കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാനും നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ സാധിക്കുന്നത്? അദ്ദേഹത്തോടൊപ്പം സഹവസിക്കാൻ, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പിൻപറ്റാൻ, അദ്ദേഹവുമായിട്ട് വേദി പങ്കിടാൻ, അദ്ദേഹത്തെ ആലിംഗനം ചെയ്യാൻ, അദ്ദേഹവുമായിട്ട് കരാറുകളിൽ ഒപ്പുവെക്കാൻ, അദ്ദേഹത്തെ പുകഴ്ത്തി പറയാൻ, അദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിക്കാൻ എങ്ങനെ പറ്റും? പടച്ചവൻ വിചാരിച്ചാൽ ബഹുദൈവാരാധകരെ അങ്ങ് ഇല്ലാതാക്കാൻ പറ്റില്ലേ? അവരെയും പടച്ചവനിൽ വിശ്വസിക്കുന്ന ആളുകളാക്കി അങ്ങ് തീർത്താ പോരെ. പക്ഷെ ഇത് രണ്ടിനും പ്രശ്നങ്ങളുണ്ട്. ഈ കാഫിറുകളെ മൊത്തം വിശ്വാസികളാക്കിയാൽ നരകം കൊണ്ട് പിന്നെ എന്താ കാര്യം? ഇനി ബഹുദൈവാരാധകരെ മൊത്തം അങ്ങോട്ട് ഇല്ലാതാക്കാമെന്ന് വിചാരിക്കാം, അപ്പോഴും നരകം റെസ്റ്റ് ചെയ്യത്തില്ലേ? നരകത്തിൽ കിടന്ന് മനുഷ്യൻ അങ്ങനെ കത്തിയെരിയുന്നത് കണ്ടിട്ട് അള്ളാഹുവിനിങ്ങനെ ആത്മനിർവൃതി അറിയണ ആഹാ അന്തസ്. അങ്ങനെയുള്ള ഒരു മനോരോഗിയായിട്ടുള്ളൊരു പടച്ചോനെയാണ് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുരു പൊട്ടിയിട്ടോ, നിങ്ങളുടെ മതവികാരം വ്രണപ്പെട്ടിട്ടോ, നിങ്ങളുടെ വിശ്വാസത്തിന് മങ്ങലേറ്റിട്ടോ കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഖുർആൻ വചനങ്ങളാണ്. ബഹുദൈവാരാധകരെ ഇല്ലാതാക്കിയാലും അവരുടെ ഹൃദയത്തിലേക്ക് വിശ്വാസം ഇട്ടുകൊടുത്താലും രണ്ടായിരുന്നാലും പടച്ചോന്റെ നരകം വിഷമിക്കും, നരകം കരയും. കാഫിറുകളെ കൊണ്ട് നരകം നിറയ്ക്കാമെന്ന് പറഞ്ഞ റബ്ബേ, നീ എന്തുകൊണ്ടാണ് എനിക്ക് ഭക്ഷണം തരാതിരുന്നത്? കാരണം കരിങ്കല്ലുകളും മനുഷ്യരും മനുഷ്യനും കല്ലുകളും ഇന്ധനങ്ങളായി എരിയപ്പെടുന്ന നരകം. നരകത്തിന് ഇതൊക്കെ ഇന്ധനമായിട്ട് ഭക്ഷണമായിട്ട് കൊടുക്കാമെന്ന് നേരത്തെ തന്നെ വാക്ക് പറഞ്ഞു ഉറപ്പിച്ച പടച്ച റബ്ബ് വാക്ക് പാലിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഇനി നോക്കോ, മറ്റൊരു ഖുർആൻ വചനവും കൂടി നമുക്കൊന്ന് നോക്കാം. ഇനിയിപ്പോ ഖുർആൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഖുർആൻ പറഞ്ഞാൽ അത് കുറ്റം, പറഞ്ഞിട്ടില്ലെങ്കിൽ അത് കുറ്റം. ഇനി നമ്മൾ പറയുന്ന വാചകങ്ങൾ അതിലില്ലെങ്കിൽ നിങ്ങളത് തെളിയിക്കണം. നമ്മൾ പറഞ്ഞ വചനങ്ങളൊന്നും അതിനകത്ത് ഇല്ല എന്നും ഇവർ പറയണം. തൊട്ട് ഇത്രയും കാലമായിട്ട് ഇവർക്കത് തെളിയിക്കാനൊട്ടുന്ന പറ്റിയിട്ടുമില്ല. എന്നാ പിന്നെ ആ ഒരു വചനം കൂടി നമുക്കൊന്ന് നോക്കാം അല്ലേ? അല്ല, ഇന്ത്യൻ നിങ്ങൾക്ക് മുസ്ലിങ്ങൾ അത്തരം കുഴപ്പക്കാരാണെന്ന് തോന്നിയിട്ടില്ല എന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. ആയിക്കോട്ടെ, അവരെ വെറുക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്ന് പറയുന്ന നിങ്ങൾ ഫോണിൽ വിളിക്ക്. എന്നിട്ട് ഈ ഖുർആൻ വചനത്തിന്റെ അർത്ഥം ഇത് തന്നെയാണോ എന്നങ്ങ് പാണ, നമ്മളൊന്ന് കേക്കട്ടെ. ഇനിയും എന്റെ പ്രവൃത്തി കണ്ടാൽ നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ ഒരു മൂലയ്ക്ക് പോരുന്ന 33 തവണ സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ട് ചെന്നിരുന്നു ചെല്ല്. ഞാൻ ചെയ്യുന്ന മ്ലേച്ഛമായ പ്രവൃത്തി കാണാൻ എന്തിനാടാ ഇന്ത്യനെ നീ വന്നത്? നീ ഒരു ഇന്ത്യൻ തന്നെയാണാ? ഇന്ത്യൻ എന്ന് മാറ്റി പാകിസ്ഥാൻ എന്ന് പേരിട അറിയപ്പെടാ. 6 വയസ്സുള്ള കുഞ്ഞിനെയും കെട്ടി എല്ലാ അമുസ്ലിങ്ങളെയും ഇല്ലാതാക്കണമെന്ന് പറഞ്ഞിട്ട് അവസാനം ജീവൻ ഇല്ലാതാകാൻ പോകുന്ന അവസാന ശ്വാസത്തിലും
കാഫിറുകളെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ നബിയെ നിനക്ക് മാനവരിൽ മനോഹരനായിട്ട് തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? നരേന്ദ്രമോദി കലാപം നടത്തിയതിന് കൂട്ടുനിന്നത് പല രാജ്യങ്ങളും യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ ആളാണെന്ന് താങ്കൾ അറിയുമോന്നോ? ആ ഇന്ത്യൻ എടുത്തുകളാ, അവൻ പാകിസ്ഥാനിയാണ്, അവൻ ഇന്ത്യക്കാരനല്ല. ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ. ഞങ്ങൾക്ക് നെഞ്ചിൽ കൈതൊട്ട് പറയാമിട അന്തസ്സായിട്ട് ഐ ആം ആൻ ഇന്ത്യൻ. നിന്റെ കാപഠ്യം മുസ്ലിങ്ങളോട് മതി, ഞങ്ങളോട് വേണ്ട. ഞങ്ങൾക്ക് ഈ ഖുർആൻ വചനങ്ങൾ അറിയാം കേട്ടോ കാക്ക. അതുകൊണ്ട് കാക്ക പോയി മൂലയ്ക്ക് വരുന്ന കരഞ്ഞോ, ചെല്ല് ചെല്ല്, സമയം കളയല്ലേ. ഒരു വചനം കാണിക്കാൻ വന്നപ്പോൾ 2 വചനം. ആഹാ, നോക്കിക്കോ. അത്തൗബ 9-ാം അധ്യായമാണ്, അതിലെ 28 നോക്കിക്കോ. സത്യവിശ്വാസികളെ ബഹുദൈവ വിശ്വാസികൾ അശുദ്ധർ തന്നെയാകുന്നു. മനസ്സിലായല്ലോ? ഡാ, നീയൊക്കെ മ്ലേച്ഛമാണെന്ന്. ഇറങ്ങിപ്പടാ, നോൺസെൻസ്. നോക്കിയോ, നമ്മൾ നോക്കാൻ പോകുന്നത് ഇതാണ്. 9-ാം അധ്യായം 29-ാമത്തെ വചനം. വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും, 1, അള്ളാഹുവും അവന്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും, 2 തെറ്റ്, സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും, 3 തെറ്റ് ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക, അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ. മനസ്സിലായി? 3 അപരാധങ്ങളാണ് അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപകർമ്മം. നിങ്ങൾ ഒരിക്കലും വിട്ടുവീഴ്ചയില്ലാതെ യുദ്ധം ചെയ്യേണ്ടത്, സമരം ചെയ്യേണ്ടത്, കീഴ്പ്പെടുത്തേണ്ടത് ആരെയാണ്? ഈ 3 പേരെയാണ്. പൃഥ്വിരാജ് സന്ധു, അദ്ദേഹം നുസ്രത് ജഹാൻ കുറച്ച് തിരക്കിലാണെന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഇന്നലത്തെ മെസ്സേജ് ഞാൻ കണ്ടിരുന്നു. ഞാൻ നുസ്രത്തിനോട് സംസാരിച്ചിട്ടുണ്ട്. നുസ്രത്ത് മാഡം ഓക്കെയാണ്, വരും വരും വരും, ഒരുമിച്ച് തന്നെ ഞങ്ങൾ ലൈവിൽ വരും കേട്ടോ. ഞങ്ങൾ ചാനൽ ഡിബേറ്റിനൊക്കെ ഒരുമിച്ച് വരാറുണ്ടല്ലോ, നോക്കിയോ. അപ്പോ ഖുർആനിന്റെ 3 കാരണങ്ങൾ കൊണ്ടാണ് അവരോട് യുദ്ധം ചെയ്യാൻ ഖുർആൻ കൽപ്പിക്കുന്നത്. വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുക അല്ല. ഖുർആനല്ലേ പറഞ്ഞത് ലക്കും ദീനുക്കും വലിയ ദീനെന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം, അങ്ങനെയല്ലേ നിങ്ങൾ തള്ളിമറിക്കാറുള്ളത്? ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നല്ലേ നിങ്ങൾ തള്ളിമറിക്കാറുള്ളത്? അള്ളാഹുവിന്റെ മതത്തിൽ, അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ, അള്ളാഹുവിന്റെ ആശയത്തിൽ ബലാത്കാരമില്ല എന്നല്ലേ നിങ്ങൾ തള്ളിമറിക്കാറുള്ളത്? ഈ ഖുർആൻ വചനപ്രകാരം അള്ളാഹുൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ യുദ്ധത്തിന് ഇരയായി തീരുവല്ലോ. ഞങ്ങളൊക്കെ ചത്തൊടുങ്ങി പോകത്തില്ലേ? തലയ്ക്കകത്ത് ആളുതാമസമുള്ളവർക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത 3 വസ്തുതകളല്ലേ ഖുർആൻ എണ്ണി പറഞ്ഞത്. നിങ്ങൾ അംഗീകരിച്ചോപ്പാ, നിങ്ങൾ എന്തിനാ നമ്മളെ നിർബന്ധിക്കുന്നത്? നമുക്കിതിനകത്ത്